സ്ത്രീയെ എന്തുകൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം യാക്കോബായ സഭയിൽ നിലനിൽക്കുന്ന കരിസ്മാറ്റിക്കുകളെ പറ്റിയാണ്. അതുപോലെ തന്നെ പാശ്ചാത്യ സുവിശേഷവും പൗരസ്ത്യ സുവിശേഷവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇന്ന് ചർച്ച ചെയ്യും. സഭയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന രണ്ട് കരിസ്മാറ്റിക്കുകളാണ് കത്തോലിക്ക കരിസ്മാറ്റിക്കും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് കരിസ്മാറ്റിക്കും. ഈ രണ്ട് കരിസ്മാറ്റിക്കും സഭയുടെ സത്യവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു, സത്യവിശ്വാസം നശിപ്പിക്കുന്നതാണ്. കത്തോലിക് കരിസ്മാറ്റിക് എന്ന് പറയുമ്പോൾ ജപമാല ചൊല്ലുക, കൊന്ത ചൊല്ലുക, അതുപോലെ തന്നെ POC ബൈബിൾ ഉപയോഗിക്കുക, അരുളിക്കാനും കുറച്ച് കുർബാന കൊടുക്കുക, അതൊക്കെയാണ് കത്തോലിക് കരിസ്മാറ്റിക് എന്ന് പറയുന്നത്. വേറൊരു കരിസ്മാറ്റിക് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് കരിസ്മാറ്റിക് ആണ്. അതെന്ന് പറയുന്നത് വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, ദേവമാതാവോടുള്ള പ്രാർത്ഥന, മനുഷ്യർക്കുള്ള പ്രാർത്ഥന, ധൂപം അർപ്പിക്കൽ, അതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയാണ് പ്രൊട്ടസ്റ്റന്റ് കരിസ്മാറ്റിക്. അപ്പോ ഈ കരിസ്മാറ്റിക്കുകളെല്ലാം ഈ സഭയുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നവയാണ്. ഈ സഭ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. സഭയ്ക്കൊരു വിശ്വാസം, ആരാധനക്രമവും ഒക്കെ ഉണ്ട്. പിതാക്കന്മാർ പറഞ്ഞു പഠിപ്പിച്ചെന്ന പ്രാർത്ഥനകൾ അധിഷ്ഠിതമായിരിക്കുന്നതാണ് ഇവിടുത്തെ സത്യവിശ്വാസം. ഈ സഭയിലെ സുറിയാനി സഭയുടെ സത്യവിശ്വാസം ഇതിലൊക്കെ അധിഷ്ഠിതമായിരിക്കുന്നതാണ്. ആ വിശ്വാസത്തെ എല്ലാം തകർക്കുന്ന ഒരു രീതിയാണ് ഈ രണ്ട് കരിസ്മാറ്റിക്കുകളും. അതുപോലെ തന്നെ പാശ്ചാത്യ സുവിശേഷവും പൗരസ്ത്യ സുവിശേഷവും ഉണ്ട്. ഈ പാശ്ചാത്യ സുവിശേഷം എന്ന് പറയുന്നത് ബൈബിളുള്ളിൽ മാത്രമാണ്. അതാണ് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടുത്തെ ഈ സഭയിലെ വൈദികരും മേൽപ്പട്ടക്കാരും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതും പാശ്ചാത്യ സുവിശേഷമാണ്. പല ധ്യാന കേന്ദ്രങ്ങളും കൺവെൻഷൻ സെന്ററുകളും അതുപോലെ തന്നെ പല വൈദികരും ഒക്കെ ഈ സുവിശേഷങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്ത് സന്ദേശമാണ് അടുത്ത തലമുറയ്ക്ക് അവർ നൽകുന്നത്, എന്ത് നേട്ടമാണ് അവർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത് സത്യവിശ്വാസം മറച്ചു വെച്ചിട്ട് പാശ്ചാത്യ സുവിശേഷത്തിന് പിന്നാലെ ഓടുകയാണ് ഈ സഭയിലെ വിശ്വാസികളെല്ലാം. ഈ വിശ്വാസം, ഈ കരിസ്മാറ്റിക് രീതികളും ഈ പാശ്ചാത്യ സുവിശേഷമൊക്കെ ഈ സഭയുടെ നിലനിൽപ്പിനെയും അതുപോലെ തന്നെ സത്യവിശ്വാസത്തെയും നശിപ്പിക്കുന്നവയാണ്. അതല്ല സഭ പഠിപ്പിക്കുന്നത്. സുറിയാനി സഭ അതല്ല പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പൗരസ്ത്യ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞ പൗരസ്ത്യ സുവിശേഷം വിശുദ്ധ ഗ്രന്ഥങ്ങളിലും സുറിയാനി പിതാക്കന്മാർ പറഞ്ഞു തന്ന പ്രാർത്ഥനകളിലും ആരാധന ലിറ്റർജിയിലും അധിഷ്ഠിതമായ ദൈവശാസ്ത്രമാണ്. അതിലാണ് സത്യവിശ്വാസം അടങ്ങിയിരിക്കുന്നത്. കരിസ്മാറ്റിക്കുകാരും മിഷ്യൻകാരും പാശ്ചാത്യ സുവിശേഷമാണ് പറയുന്നത്. ബൈബിളുള്ളിൽ മാത്രമാണ് അവരൊക്കെ. അപ്പോൾ ബൈബിളിൽ മാത്രം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായില്ല. യാക്കോബായ സത്യവിശ്വാസം പിതാക്കന്മാർ എഴുതി കൈമാറി തന്ന പ്രാർത്ഥനകളിലാണ് ഇരിക്കുന്നത്. ആ സുറിയാനി പിതാക്കന്മാർ ത്യാഗവും കഷ്ടപ്പാടും അനുഭവിച്ച് എഴുതി തന്ന സത്യവിശ്വാസം നമ്മൾ ഉപയോഗിക്കാതെ പാശ്ചാത്യ സുവിശേഷങ്ങൾ കേൾക്കുവാനും ധ്യാന ഗുരുക്കന്മാരുടെ അടുത്ത് പോകാനും കൺവെൻഷൻ സെന്ററുകളിലൊക്കെ പോകാനും ഓടുകയാണ് നമ്മൾ. സത്യവിശ്വാസം നമ്മുടെ സഭയിൽ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ എന്തിനാണ് ഈ പാശ്ചാത്യ സുവിശേഷങ്ങളും ഈ ബന്ധക്കോസുകാരുടെ കൺവെൻഷനുകളിലും ഒക്കെ ഓടിപ്പോയിട്ട് എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ എന്ത് ഗുണമാണ്? യഥാർത്ഥ വിശ്വാസം ഈ സഭയിൽ ഇരിക്കുകയാണ്. അതിനെ മറച്ചു വെച്ചിട്ട് അത് ഇല്ലാതാക്കിയിട്ട് വേറെ ധ്യാന ഗുരുക്കന്മാരുടെ അടുത്തുമൊക്കെ പോകുകയാണ് ഇന്നത്തെ വിശ്വാസികൾ. കൂദാശകളെ കുറിച്ചും പെരുന്നാളുകളെ കുറിച്ചും അടുത്ത തലമുറയെ പഠിപ്പിക്കുക. അതാണ് പിതാക്കന്മാർ പറഞ്ഞു തന്നത്. സ്വന്തം ജീവനെ പോലും നഷ്ടപ്പെടുത്തി പിതാക്കന്മാർ എഴുതി കൈമാറിക്കിട്ടിയ പ്രാർത്ഥനകളാണ് സത്യവിശ്വാസം ഇരിക്കുന്നത്. ആ പ്രാർത്ഥനകളാണ് ഈ സഭയിലെ വൈദികരും മേൽപ്പട്ടക്കാരും ഉപയോഗിക്കേണ്ടത്. അതിനെ മറച്ചു പിടിച്ചുകൊണ്ട്, സത്യവിശ്വാസത്തെ മറച്ചു പിടിച്ചുകൊണ്ട് പാശ്ചാത്യ സുവിശേഷത്തിന് പിന്നാലെ ഓടുകയാണ് പല വൈദികരും. അതിന് പിന്നാലെയാണ് എല്ലാവരും. രാവിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കൃപാസനത്തിന്റെ അതുപോലെ തന്നെ കത്തോലിക്ക വൈദികരുടെ ഒക്കെ രാവിലെ
വീഡിയോകളും ഒക്കെ ആണ് നമുക്ക് അയച്ചു തരുന്നത് ഓരോരുത്തരും. അതിലൊന്നുമല്ല സത്യവിശ്വാസം ഇരിക്കുന്നത്. യാക്കോബായ സഭയുടെ സത്യവിശ്വാസം എന്ന് പറയും പിതാക്കന്മാർ എഴുതി കൈമാറി കിട്ടിയ സത്യവിശ്വാസത്തിലാണ്, പ്രാർത്ഥനകളിലാണ് സത്യവിശ്വാസം ഇരിക്കുന്നത്. അതാണ് അടുത്ത തലമുറച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.